വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിച്ച് കാണത്തില്ലേ ഞങ്ങൾ ഈ രാവിലെ എവിടെ പോവാന്ന്? വേറെ എവിടോട്ടും അല്ല ഗൈസ്, ഞങ്ങൾ പൊങ്കാല ഇടാൻ പോവാട്ടോ. അത് നമ്മുടെ സ്വന്തം ഐരവൺ പുതിയകാവ് ക്ഷേത്രത്തിലാട്ടോ നമ്മൾ പൊങ്കാല ഇടാൻ പോകുന്നത്. 2 പൊങ്കാലയുണ്ട് കേട്ടോ. രാവിലെ 6:30 ആയതുകൊണ്ട് തന്നെ സൂര്യനൊക്കെ ഉണർന്നിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു പാലത്തിൽ കൂടെ നടക്കുമ്പോൾ സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനും അമ്മയും കൂടെ ആയിരുന്നു പോകുന്നത് കേട്ടോ. സോ ഇതാട്ടോ അവിടുത്തെ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗം. സോ ഗൈസ്, ഇത് പൊങ്കാല കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആട്ടോ. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതാട്ടോ ചട്ടിയെല്ലാം ചാരമായിട്ടിരിക്കുന്നത്. അങ്ങനെ ഇതാട്ടോ നമ്മുടെ പൊങ്കാല കലം എന്ന് പറയുന്നത്. അമ്മയും കൂടെ ആയിരുന്നു കേട്ടോ ഇടുന്നത്. ഞാൻ പൊങ്കാല ആദ്യമായിട്ട് ആണ് ഗൈസ് ഓർമ്മയിലിടുന്നത്. കാരണം 4-5 വയസ്സുള്ളപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ ആറ്റുകാല് പോയി ഇട്ടിട്ടുണ്ട്. പക്ഷെ പൊടി ആയതുകൊണ്ട് തന്നെ, പൊടിയും പുകയൊക്കെ എനിക്ക് അലർജി ആയതുകൊണ്ട് തന്നെ അച്ഛൻ എന്നെ എടുത്തുകൊണ്ട് പോയായിരുന്നു ഗൈസ്. അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ ഇതാദ്യമായിട്ടാട്ടോ ഞാൻ പൊങ്കാല ഇടുന്നത്. അത് ഞാനാട്ടോ ഇടുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഒരു രസമല്ലേ ഗൈസ്? രാവിലെ 6:30 പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കിയായിരുന്നു കേട്ടോ. വിളക്കൊക്കെ ഒരുക്കി ഗൈസ്. ഇനി കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ സോങ് ഇട്ടിട്ടായിരിക്കും കേട്ടോ കാണിക്കുന്നത്. സോ ഗൈസ്, ഞാനാട്ടോ പൊങ്കാലയ്ക്കുള്ള അരി ഇട്ടത്. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇടുന്നത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഗൈസ്, ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അരി തിളച്ച് തൂവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അരി തിളച്ച് തൂകി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല പുകയായിരുന്നു ഗൈസ്. എങ്കിലും ആ പുകയ്ക്കൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ദേവിയെ നോക്കിയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പുതിയാലമ്മ നമ്മുടെ പൊങ്കാല കാണാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ചെണ്ടമേളവും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഗൈസ്, നമ്മുടെ പുതിയാലമ്മ നല്ല സുന്ദരിയായിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി കേട്ടോ ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. സോ ഇറ്റ്സ് മീ തീർത്ത സൈനിങ്.